കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ദിലോ കാ മിലൻ എന്ന തേർഡ് യൂണിറ്റിലെ ദില്ലി മേ ഉനീദേ എന്ന സംസ്മരണിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ ലെസൺ അകത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ പേജ് നമ്പർ 52ലാണ്. रुपये का सिक्का सबको दौड़ा रहा है, किसी के हिस्से में कम, किसी के हिस्से में ज़्यादा. इससे आपने क्या समझा? പൈസയാണ് എല്ലാവരെയും ഓടിക്കുന്നത്, അതായത് പൈസയുടെ പിന്നിലാണ് എല്ലാവരും ഓടുന്നത്. ചിലരുടെ ഭാഗത്ത് കുറച്ച് പൈസ ഉണ്ടാവും, അതായത് ചിലർക്ക് കുറച്ച് പൈസ ഉണ്ടാവും, ചിലർക്ക് കൂടുതൽ പൈസ ഉണ്ടാവും. ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഈ ലെസണിൽ ഓട്ടോ ഓടിക്കുന്ന രാജാറാമാണ് ഇത് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത് എന്നാണ് ചോദിക്കുന്നത്. നോക്കാം. यहाँ यह समझाया गया है कि रुपया लोगों की ज़िंदगी पर हावी हो गया है और सबको अपने पीछे दौड़ा रहा है, लेकिन सभी को बराबर हिस्सा नहीं मिलता. ഇവിടെ പറയുന്നത് പൈസ എല്ലാവരുടെയും ജീവിതത്തിൽ ഭയങ്കര ഇൻഫ്ലുവൻഷ്യലായി മാറിയിരിക്കുന്നു, ലൈഫ് കൺട്രോൾ ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. പൈസ നമ്മളെ അതിൻ്റെ പിന്നിൽ ഓടിപ്പിക്കുന്നു. പക്ഷേ എല്ലാവർക്കും അത് ഒരേ രീതിയിലല്ല പൈസ ലഭിക്കുന്നത്. കുറച്ച് പേർക്ക് കുറവ് പൈസ ആയിരിക്കും കിട്ടുന്നത്, കുറച്ച് പേർക്ക് അധികം പൈസ ആയിരിക്കും കിട്ടുന്നത്. എല്ലാവർക്കും ഒരേ അളവിലല്ല പൈസ പക്ഷെ കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ പേജ് നമ്പർ 53ലാണ്. क्या उसके बाद सरकार मेरे लिए कुछ करेगी? जनता सरकार से क्या क्या उम्मीदें रखती है? ഞാൻ നിങ്ങളെക്കുറിച്ച് എല്ലാം അറിയാൻ ആഗ്രഹിക്കുന്നു എന്ന് ലേഖിക പറയുമ്പോൾ, അപ്പോൾ ഞാൻ നിങ്ങൾക്കെല്ലാം പറഞ്ഞു തന്നാൽ സർക്കാർ എനിക്ക് വേണ്ടി വല്ലതും ചെയ്യുമോ എന്ന് രാജാറാം ചോദിക്കുന്നതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജനങ്ങൾ എന്തെല്ലാം ആവശ്യങ്ങളാണ് സർക്കാരിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, എന്തെല്ലാം അവർക്ക് ചെയ്തു കൊടുക്കണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. जनता चाहती है कि सरकार उसकी बुनियादी ज़रूरतें पूरी करें और हर व्यक्ति को सम्मानजनक जीवन जीने का अवसर दें. സർക്കാർ ജനതയുടെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് എല്ലാം ഫുൾഫിൽ ചെയ്ത് കൊടുക്കണമെന്നും എല്ലാ വ്യക്തിക്കും അന്തസ്സോടു കൂടി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണമെന്നുമാണ് ആഗ്രഹിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ പേജ് നമ്പർ 54ലാണ്. अगर मेरी कहानी सुनने से आपका काम होता है तो मैं आ जाऊँगा. यहाँ रिक्शा चालक का कौन सा मनोभाव प्रकट होता है? അപ്പോൾ ലേഖിക ഞാനിങ്ങനെ റേഡിയോന് വേണ്ടി ഒരു പരിപാടി ചെയ്യുന്നുണ്ട് എന്നൊക്കെ വിശദീകരിച്ച് കൊടുക്കുമ്പോൾ, ശരി എന്നാൽ പിന്നെ എൻ്റെ കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ഉപകാരം ആവുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരാം എന്ന് ഓട്ടോ ഓടിക്കുന്ന ആൾ പറയുന്നുണ്ട്, രാജാറാം പറയുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് അയാളുടെ എന്ത് മനോഭാവമാണ് കാണാൻ സാധിക്കുന്നത്, എന്ത് മനോഭാവമാണ് പ്രകടമാവുന്നത്? इस वाक्य से रिक्शा चालक का सहयोगी, ईमानदार और आत्मसम्मान से भरा मनोभाव प्रकट होता है. ഈ സെൻറ്റൻസിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഓട്ടോ ഓടിക്കുന്ന ആൾ, ഓട്ടോ ഡ്രൈവറിൻ്റെ, രാജാറാമിൻ്റെ സഹകരണ മനോഭാവവും സത്യസന്ധതയും സെൽഫ് റെസ്പെക്റ്റുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ പേജ് നമ്പർ 55ലാണ്. നീന്ത് കോ യഹാ അസംഭവ് ക്യോ ബതായ ഗയാ ഹോഗ? ഇവിടെ ഉറക്കം ഇമ്പോസിബിൾ ആണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാവാം? गरीबी, संघर्ष और चिंता भरा जीवन नींद को असंभव बना देता है. പോവർട്ടിയും ഭയങ്കര കഷ്ടതകളും ഒക്കെ നിറഞ്ഞ ജീവിതം ഉറക്കത്തെ ഇമ്പോസിബിളാക്കി മാറ്റുന്നു. രാജാറാമിൻ്റെ ജീവിതം അങ്ങനത്തെ ഒരു ജീവിതമാണ് അല്ലേ. അയാൾക്ക് സ്വന്തമായിട്ട് വീടില്ല, ഭക്ഷണം കിട്ടിയാലായി, അങ്ങനെയൊക്കെയുള്ളൊരു ലൈഫാണ് അയാളുടെ. അപ്പോൾ അങ്ങനെയുള്ളൊരു ജീവിതം ജീവിക്കുന്ന ആൾക്ക് ഒരിക്കലും സമാധാനത്തോടെ ഉറങ്ങാൻ സാധിക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ പേജ് നമ്പർ 56ലാണ്. तब क्या उसकी थकान के सब साल उसमें जुड़ गए हैं? लेखिका ने ऐसा क्यों सोचा होगा? രാജാറാം അയാളുടെ കറക്റ്റായിട്ടുള്ള ഏജ് പറയുമ്പോൾ എഴുത്തുകാരി വിചാരിക്കുന്നുണ്ട്, ഈ പറഞ്ഞ പ്രായത്തിൽ ഇയാളുടെ ക്ഷീണത്തിൻ്റെ എല്ലാ വർഷങ്ങളും ഉൾപ്പെടുമോ, ഇത്ര വയസ്സേ അയാൾക്ക് ആയിട്ടുള്ളോ എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്ന് എഴുത്തുകാരി വിചാരിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാവാം എന്നാണ് ചോദിക്കുന്നത്. लेखिका को वह व्यक्ति अपनी वास्तविक उम्र से अधिक थका और बूढ़ा लगा. അങ്ങനെ വിചാരിക്കാനുള്ള കാരണം ലേഖികയ്ക്ക് കണ്ടപ്പോൾ അയാളുടെ കറക്റ്റ് ഏജിനേക്കാളും കുറച്ചുകൂടി പ്രായമുള്ള പോലെയും ഭയങ്കര ടയേർഡായ പോലെയും തോന്നി. അടുത്ത ക്വസ്റ്റ്യൻ. ദോ വക്ത് കി റോട്ടി മിൽ ജായേ ഗനീമത്ത് ഹെ. 2 നേരത്തിനുള്ള ഭക്ഷണം കിട്ടുന്നത് തന്നെ വലിയ കാര്യമാണ്. ഇസ് കഥൻ പർ ആപ്കാ വിചാർ ക്യാ ഹെ? ഇത് രാജാറാം പറയുന്നതാണ്. നിങ്ങൾക്കൊരു നല്ല ദിവസം എങ്ങനെയായിരിക്കും എന്ന് ലേഖിക ചോദിക്കുന്നതിനോടുള്ള രാജാറാമിൻ്റെ റെസ്പോൺസാണിത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞതിനോട് നിങ്ങളുടെ തോട്ട്സ് എന്താണ്, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? इसका अर्थ है कि गरीबी और बेरोज़गारी से जूझते लोग केवल जीवित रहने को ही बड़ी उपलब्धि मानते हैं. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്നവരോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ജോലി ഇല്ലാത്തവരോ ഒക്കെ സർവൈവ് ചെയ്യുക അല്ലെങ്കിൽ ഭക്ഷണം ലഭിക്കുക എന്നുള്ളതിന്
വലിയ കാര്യമായിട്ട് കാണുന്നു എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, हम एक ही शहर में रहते हुए दो अलग मौसमों में रहते हैं, अन्न और भूख के मौसम में, घर और बेघरी के मौसम में. इस कथन पर आपका विचार क्या है? ലേഖികയും രാജാറാമും ഒരേ സിറ്റിയിലാണ് താമസിക്കുന്നത്. എങ്കിലും ലേഖികയും രാജാറാമും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അവരുടെ ജീവിത രീതികളും ഒക്കെ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ലേഖിക ഇവിടെ അത് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി പറയുന്നത് 2 സീസൺസിലായിട്ടാണ് അവർ താമസിക്കുന്നതെന്നാണ്. ഭക്ഷണം ഉള്ള ഒരാൾക്ക് ഭക്ഷണമുണ്ട്, ലേഖികയ്ക്ക് ഭക്ഷണമുണ്ട്, രാജാറാമിന് ഭക്ഷണമില്ല. ലേഖികയ്ക്ക് താമസിക്കാൻ വീടുണ്ട്, രാജാറാമിന് അതില്ല. അപ്പോൾ ഈ പറഞ്ഞതിനോടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ തോട്ട്സ് എന്താണ്? इसका आशय यह है कि एक ही शहर में अमीर और गरीब दोनों रहते हैं, लेकिन उनकी परिस्थितियाँ अलग अलग होती हैं. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒരേ സിറ്റിയിൽ 2 തരത്തിലുള്ള ആൾക്കാരും താമസിക്കുന്നുണ്ട്. നല്ല പൈസ ഉള്ളവരും പൈസ ഇല്ലാത്തവരും താമസിക്കുന്നുണ്ട്. 2 പേരുടെയും പരിസ്ഥിതികൾ, സറൗണ്ടിങ്സ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും എന്നാണ്. അടുത്തത് ലെസൺ കഴിഞ്ഞിട്ടുള്ള ടെക്സ്ച്വൽ ആക്ടിവിറ്റീസ് ആണ്. പേജ് നമ്പർ 57 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കിസ്നെ കിസ്സെ കഹ. താഴെ കുറച്ച് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അത് ഈ സംസ്മരണയിലുള്ളതാണ്. അത് ആരോട് പറഞ്ഞു എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആദ്യത്തത്, ആപ്കാ മത്ലബ് ആപ് തബ് സേ സഡക് പർ ഹി ഹേ. നിങ്ങൾ പറയുന്നത് നിങ്ങൾ അപ്പം തൊട്ട് റോഡിൽ തന്നെയാണ് ജീവിക്കുന്നത് എന്നാണോ? ഇത് ലേഖിക രാജാറാമിനോട് ചോദിക്കുന്നതാണ്. അപ്പോൾ ലേഖികാനെ രാജാറാം സേ എന്ന് എഴുതണം. അടുത്തത്, मैं आपका सोफ़ा गंदा नहीं करना चाहता हूँ. ഞാൻ നിങ്ങളുടെ സോഫ വൃത്തികേടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് രാജാറാം ലേഖികയുടെ വീട്ടിലേക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടി വരുന്ന സമയത്ത് പറയുന്നതാണ്. അയാൾ നിലത്ത് തന്നെ ഇരിക്കും, സോഫയിൽ ഇരിക്കുന്നില്ല. അതിൻ്റെ റീസണാണ് അയാൾ പറയുന്നത്. അപ്പോൾ രാജാറാമിനെ ലേഖികാസെ എന്ന് എഴുതണം. അടുത്തത്, ആം ലോഗോं को आपके जीवन के बारे में पता चलेगा. സാധാരണക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിനെ പറ്റി അറിയാൻ സാധിക്കും. ഇത് ലേഖിക രാജാറാമിനോട് പറയുന്നതാണ്. രാജാറാമിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കണം എന്നുള്ള ആവശ്യം അവർ പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പറയുന്നതാണ്. അപ്പോൾ ലേഖികാനെ രാജാറാം സെ എന്ന് എഴുതണം. അടുത്തത്, ആപ്കെ ലിയേ കച്ചാ ദിൻ ക്യാ ഹോത്താ ഹെ. നിങ്ങൾക്ക് ഒരു ഐഡിയൽ ഡേ എങ്ങനെയായിരിക്കും? നിങ്ങൾക്കൊരു നല്ല ദിവസം എങ്ങനെയാണ്? ഇത് ലേഖിക രാജാറാമിനോട് ചോദിക്കുന്നതാണ്. അപ്പോൾ ലേഖികാനെ രാജാറാം സെ എന്ന് എഴുതണം. ദോ വക്ത് കി റോട്ടി മിൽ ജായ് ഗനീമത്ത് ഹെ. 2 നേരത്തിലുള്ള ആഹാരം കിട്ടിയാൽ തന്നെ വലിയ കാര്യമാണ്. ഇത് രാജാറാം ലേഖികനോട് പറയുന്നതാണ്. അപ്പോൾ രാജാറാമിനെ ലേഖികാസെ. അടുത്തത്, ആപ്കെ പാസ് ഭി കോയി താക്കത്ത് നഹീ ഹെ, ആപ് ഭി മേരെ ജൈസി ഹെ. നിങ്ങളുടെ കയ്യിലും ഒരു പവറൊന്നുമില്ല, നിങ്ങൾ എന്നെ പോലെ തന്നെയാണ്. ഇത് രാജാറാം ലേഖികനോട് പറയുന്നതാണ്. അപ്പോൾ രാജാറാമിനെ ലേഖികാസെ എന്ന് എഴുതണം. അടുത്തത്, ഹർ വാക്യ കിസ്സെ സംബന്ധിത് ഹെ. താഴെ 2 ബോക്സുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു ബോക്സിൽ കുറച്ച് സെൻറ്റൻസസും മറ്റേ ബോക്സിൽ ക്യാരക്ടേഴ്സിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സെൻറ്റൻസസ് ഏത് ക്യാരക്ടറിനെ പറ്റിയുള്ളതാണ് നമ്മൾ മാച്ച് ചെയ്യണം. രാജാറാം കോ പുരാന ഓട്ടോ ലേ ദിയ. രാജാറാമിന് പഴയ ഓട്ടോ കൊടുത്തു. അത് ദയാലു അമീർ ആദ്മിയാണ്. റേഡിയോ കെ ലിയെ പ്രോഗ്രാം ബനാ റഹി ഹെ. റേഡിയോന് വേണ്ടി പ്രോഗ്രാം ഉണ്ടാക്കുന്നുണ്ട്. അത് ലേഖികയാണ്. പെഹ്ലെ ഗാവ് കെ ഖേത്തോ മേ മസ്ദൂരി കർത്താ ഥാ. ആദ്യമൊക്കെ ഗ്രാമത്തിലെ കൃഷിസ്ഥലങ്ങളിൽ പണിയെടുത്തിരുന്നു. അത് രാജാറാമാണ്. അടുത്തത്, ഹാർവർഡ് കെ ദിനോ മേ ലേഖിക കാ സാത്തി രഹ. ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിൽ ലേഖിക പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവരുടെ ഫ്രണ്ടായിരുന്നു. അത് സാൻഡിയാണ്. ബച്പൻ സേ ഹി ബാപ്പ് അന്ധാ ഹോ ഗയ. ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ ബ്ലൈൻഡായി. അത് രാജാറാം ആണ്. രാജാറാമിൻ്റെ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ ബ്ലൈൻഡായി. അടുത്തത്, സാക്ഷാത്കാർ കി റെക്കോർഡിംഗ് കർ രഹാ ഹെ. ഇൻ്റർവ്യൂ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അത് സാൻഡിയാണ്. ചാന്ദ്നി ചോക്ക് മേ റിക്ഷ ചലാത്താ ഹെ. അത് രാജാറാമാണ്. ചാന്ദ്നി ചോക്കിൽ റിക്ഷ ഓടിക്കുന്ന ആൾ രാജാറാമാണ്. അടുത്തത്, വാക്യോं को सही क्रम से लिखें. താഴെ രാജാറാമിൻ്റെ ജീവിതത്തിലുണ്ടായ കുറച്ച് ഈവൻസ് കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റായിട്ടുള്ള ഓർഡറിൽ എഴുതണം. ഗാവ് മേ സിർ പർ ബോജ ഡോത്താ രഹ. ഗ്രാമത്തിലുണ്ടായിരുന്നപ്പോൾ അയാളൊരു ചുമട്ട് തൊഴിലാളിയായിരുന്നു. അടുത്തത്, ബാരിഷ് മേ ഉസ്കാ ഘർ ദഹ് ഗയ. മഴയിൽ അയാളുടെ വീട് തകർന്നു. 8 സാൽ തക് സൈക്കിൾ റിക്ഷ ചലാത്താ രഹ. ആദ്യത്തെ 8 വർഷം അയാൾ സൈക്കിൾ റിക്ഷ ഓടിച്ചുകൊണ്ടിരുന്നു. ദില്ലി ജാനെ കാ നിശ്ചയ കിയ. ഡൽഹിയിൽ പോകാമെന്ന് തീരുമാനിച്ചു. അപ്നെ ഗാവ് സെ കാൺപൂർ ഗയ. സ്വന്തം ഗ്രാമത്തിൽ നിന്ന് കാൺപൂരിലേക്കാണ് ആദ്യം പോയത്. ഓട്ടോ കോ ഹി അപ്നാ ഘർ ബനായ. ഓട്ടോ തന്നെ അയാളുടെ വീടാക്കി. 1.5 സാൽ തക് മുഫ്ത് മേ സേവ കർത്താ രഹ. ആ റിച്ച് ആയിട്ടുള്ള കൈൻഡ് ആയിട്ടുള്ള ആൾക്ക് വേണ്ടിയിട്ട് 2.5 വർഷം ഫ്രീ ആയിട്ട് ജോലി ചെയ്തു. ഇതൊക്കെ കറക്റ്റ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം വരുന്നത് ഗാവ് മേ സിർ പർ ബോജ ഡോത്താ രഹ തന്നെയാണ്. രണ്ടാമത്തത് ബാരിഷ് മേ ഉസ്കാ ഘർ ദഹ് ഗയ. അടുത്തത് അപ്നെ ഗാവ് സെ കാൺപൂർ ഗയ. അടുത്തത് ദില്ലി ജാനെ കാ നിശ്ചയ കിയ. പിന്നെ 8 സാൽ തക് സൈക്കിൾ റിക്ഷ ചലാത്താ രഹ. പിന്നെ 1.5 സാൽ തക് മുഫ്ത് മേ സേവ കർത്താ രഹ.
ലാസ്റ്റത്തെയാണ് ഓട്ടോ കോ ഹി അപ്നാ ഘർ ബനായ. അടുത്തത് പढ़े पहचाने. मैंने इससे पहले किसी बेघर के बारे में नहीं सोचा था. ഞാൻ ഇതിന് മുന്നേ ഒരു വീടില്ലാത്ത ആളെ പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. एक बेफिक्र नींद का न मिलना किसी की आत्मा में कहाँ सुराख कर सकता है. रेखांकित शब्दों की विशेषताओं पर चर्चा करें. नीचे की तालिका भरें. മുകളിൽ 2 സെൻറ്റൻസസ് കൊടുത്തിട്ടുണ്ടല്ലോ, അതിൽ ഓരോ വേർഡ്സ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ആദ്യത്തേൽ ബേഘറും രണ്ടാമത്തേൽ ബേഫിക്രും. അതുപോലെ താഴെയുള്ള ബോക്സിൽ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു സംഖ്യ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ ബേ ആഡ് ചെയ്തിട്ടുള്ള വേർഡ്സും കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അർത്ഥവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇടയിൽ ഗ്യാപ്സ് വന്നിട്ടുണ്ട്, അത് നമ്മൾ ഫില്ല് ചെയ്യാണ് വേണ്ടത്. ഘർ, ബേഘർ, ജിസ്കാ കോയി ഘർ നാ ഹോ. ആദ്യം സംഖ്യ ഘർ എന്ന് കൊടുത്തിട്ടുണ്ട്, രണ്ടാമത്തേത് ബേ ചേർത്തിട്ട് ബേഘർ എന്ന് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തേതിൽ ബേഘറിൻ്റെ മീനിങ് കൊടുത്തിട്ടുണ്ട്, ജിസ്കാ കോയി ഘർ നാ ഹോ, ആർക്കാണോ വീടില്ലാത്തത്. ഫിക്ർ എന്ന് കൊടുത്തിട്ടുണ്ട്, അവിടെ ഒരു ഗ്യാപ്പാണ് കൊടുത്തിട്ടുള്ളത്. അടുത്തത് അവിടെ ബേ ഫിക്ർ എന്ന് എഴുതണം, ബേ ആഡ് ചെയ്തിട്ടുള്ള ഫോം എഴുതണം. അത് കഴിഞ്ഞിട്ട് അവരതിൻ്റെ മീനിങ് കൊടുത്തിട്ടുണ്ട്, ജിസ്കി കോയി ഫിക്ർ നാ ഹോ. അടുത്തത് കാം എന്ന് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ബേ ചേർത്തുള്ള ഫോം എഴുതിയിട്ട് നമ്മൾ അതിൻ്റെ മീനിങ് ആണ് എഴുതേണ്ടത്. അപ്പോൾ ജിസ്കാ കോയി കാം ന ഹോ എന്നാണ് എഴുതേണ്ടത്. അടുത്തത് ബേനാം കൊടുത്തിട്ടുണ്ട്, നമ്മളിപ്പുറത്ത് നാം എന്ന് എഴുതണം, ജിസ്കാ കോയി നാം ന ഹോ. അടുത്തത് ഹോഷ് എന്ന് കൊടുത്തിട്ടുണ്ട്, നമ്മൾ ബേ ഹോഷ് എന്ന് എഴുതണം, ജിസ്കാ കോയി ഹോഷ് ന ഹോ. അടുത്തത് ബേഷർം കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഷർം എഴുതണം, ജിസ്കി കോയി ഷർം ന ഹോ. അടുത്തത് ബേ ഹിസാബ് കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഹിസാബ് എഴുതി ചേർക്കണം, ജിസ്കാ കോയി ഹിസാബ് ന ഹോ. അടുത്തത് പെഹ്ചാനെ ലിഖേ. സർക്കാർ മേരെ ലിയേ കുച്ച് കരേഗി. मैं आ जाऊँगा. സർക്കാർ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യും, ഞാൻ വന്നോളാം അല്ലെങ്കിൽ ഞാൻ വരാം. രേഖാങ്കിത് ശബ്ദോं के प्रयोग की विशेषताओं पर चर्चा. ऐसे वाक्य पाठ से छाट कर लिखें. ഈ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വേർഡ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഫ്യൂച്ചർ ടെൻസിലുള്ള വേർഡ്സ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസസ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ജറാ ധ്യാൻ ദേ. ഉസ്കി ഖാസി നഹി റുക്തി ഹെ, ഉസ്കാ ഓട്ടോ നഹി റുക്താ ഹെ. അയാളുടെ ചുമ നിൽക്കുന്നില്ല, അയാളുടെ ഓട്ടോ നിൽക്കുന്നില്ല. ന ഉസ്കി ഖാസി റുക്തി ഹെ ന ഉസ്കാ ഓട്ടോ. അയാളുടെ ചുമയും നിൽക്കുന്നില്ല, ഓട്ടവും നിൽക്കുന്നില്ല. नीचे दिए गए सरल वाक्यों को नमूने के अनुसार बदल कर लिखें. ഇപ്പോൾ മുകളിൽ ഈ 2 സെൻറ്റൻസുകളെ ഒറ്റ സെൻറ്റൻസ് ആക്കി ന എന്ന വാക്കിൻ്റെ ഉപയോഗം കൊണ്ട്. അപ്പോൾ അതുപോലെ കുറച്ച് സെൻറ്റൻസ് കൂടി കൊടുത്തിട്ടുണ്ട്, അതിനെയൊക്കെ ന ഉപയോഗിച്ച് ഒറ്റ സെൻറ്റൻസ് ആക്കണം. അമൻ കോ തമിഴ് നഹി ആത്തി ഹെ, അമൻ കോ തെലുഗു നഹി ആത്തി ഹെ. ഇതിനെ ന ഉപയോഗിച്ച് ഒറ്റ സെൻറ്റൻസ് ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ന അമൻ കോ തമിഴ് ആത്തി ഹെ ന തെലുഗു. അടുത്തത് दीदी चाय नहीं पीती है, दीदी शरबत नहीं पीती है. न दीदी चाय पीती है न शरबत. അടുത്തത് नानी को सिनेमा पसंद नहीं, नानी को नाटक पसंद नहीं. न नानी को सिनेमा पसंद है न नाटक. അടുത്തത് क्रियापदों की विशेषता समझें. मैंने तय किया कि दिल्ली चलें. लोगों को आपके जीवन के बारे में पता चलेगा. दोस्तों से चर्चा करें. രാജാറാം ജैसे लोगों की समस्याओं के क्या क्या कारण होंगे. രാജാറാമിനെ പോലുള്ള ആളുകളുടെ പ്രശ്നങ്ങളുടെ കാരണം എന്തൊക്കെയാവാം. ഗരീബി ഓർ റോസ്ഗാർ കി കമി. ദാരിദ്ര്യവും സ്ഥിരമായ വരുമാനമില്ലാത്തതിൻ്റെ പ്രശ്നവും. ഉചിത് ശിക്ഷ ഓർ സ്വാസ്ഥ്യ സുവിധാവും കാ അഭാവ്. കറക്റ്റായിട്ടുള്ള എഡ്യൂക്കേഷനും ഇല്ല അവർക്ക്, പിന്നെ കറക്റ്റായിട്ടുള്ള ഹെൽത്തിനുള്ള ഫെസിലിറ്റീസും ഇല്ല, അതായത് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസോ ഒന്നും അവർക്ക് ലഭിക്കുന്നില്ല. ഘർ ന ഹോന, ബേഘർ ഹോന. വീട് ഇല്ലായ്മ. സമാജ് മേ ഉപേക്ഷ ഓർ അസമാനത. സമൂഹത്തിലെല്ലാവരും അവരെ വേറെയായി കാണുന്നു, ഡിസ്ക്രിമിനേഷൻ, അതൊരു പ്രശ്നമാണ്. പ്രാകൃതിക് ആപദായേ, അതായത് അയാളുടെ വീടൊക്കെ ഇടിഞ്ഞു വീണതൊരു ഫ്ലഡിലാണല്ലേ, അപ്പോൾ അതും ഒരു പ്രശ്നമാണ്, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. അടുത്തത് രാജാറാം ജैसे लोगों की सामाजिक प्रगति के लिए हम क्या क्या कर सकते हैं. രാജാറാമിനെ പോലുള്ള ആൾക്കാർ സമൂഹത്തിൽ മുന്നോട്ട് വരാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. बेघरों के लिए आश्रय घर, भोजनालय और स्वास्थ्य सेवाएं उपलब्ध कराना. വീടില്ലാത്തവർക്ക് താമസിക്കാൻ ഒരു ഇടം കൊടുക്കുക, പിന്നെ ഭക്ഷണം കൊടുക്കുന്ന കേന്ദ്രങ്ങൾ ഉണ്ടാക്കുക, പിന്നെ കറക്റ്റായിട്ടുള്ള ഹെൽത്ത് ഫെസിലിറ്റീസ് ഒക്കെ കൊടുക്കാനായിട്ട് ശ്രമിക്കാം. ശിക്ഷ ഓർ കൗശൽ വികാസ് കെ അവസർ ദേന. വിദ്യാഭ്യാസം അവൈലബിൾ ആക്കി കൊടുക്കുക.
रोज़गार के साधन उपलब्ध करना, ഒരു ജോലി കൊടുക്കുക. समाज में इनके प्रति सहानुभूति और सम्मान की भावना जगाना, ഇവരോട് നല്ല സഹാനുഭൂതിയോടും റെസ്പെക്റ്റോടും കൂടിയൊക്കെ തന്നെ പെരുമാറുക. മറ്റുള്ളവരെയും അങ്ങനെ തന്നെ ചെയ്യാൻ പ്രേരിപ്പിക്കുക. അടുത്തത് ബേഘറോं की समस्या विषय पर लघु लेख लिखें. വീടില്ലാത്തവരുടെ പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ എന്ന ടോപ്പിക്കിൽ ഒരു ചെറിയ ടിപ്പണി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്, ചെറിയ പാരഗ്രാഫ്. आज बहुत से लोग ऐसे हैं जिनके पास रहने के लिए घर नहीं है. ഇന്ന് വീടില്ലാത്തവരായിട്ട് കുറേ പേരുണ്ട്. गरीबी, प्राकृतिक आपदाएं और बेरोज़गारी इसका कारण है. ദാരിദ്ര്യവും പിന്നെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സും പിന്നെ സ്ഥിരമായിട്ടുള്ളൊരു വരുമാനം ഇല്ലായ്മയും ഒക്കെയാണ് ഇതിൻ്റെ കാരണം. बेघर लोग सड़क पर रहते हैं और उन्हें भोजन, कपड़ा व इलाज जैसी ज़रूरी चीज़ें भी ठीक से नहीं मिलती. വീടില്ലാത്തവർ റോഡ് സൈഡിലൊക്കെയാണ് താമസിക്കുന്നത്. അവർക്ക് ഫുഡും പിന്നെ ഡ്രസ്സും ഹെൽത്ത് ഫെസിലിറ്റീസും ഒന്നും കറക്റ്റായിട്ട് കിട്ടാറില്ല. സമാജ് കോ ऐसे लोगों की मदद करनी चाहिए. സമൂഹം ഇങ്ങനെയുള്ള ആൾക്കാരെ സഹായിക്കണം. സർക്കാർ ഉൻഹെ ഘർ വ കാം ദേ. സർക്കാർ അവർക്ക് ഒരു വീടും ജോലിയും ഒക്കെ നൽകണം. തഭി വേ സമ്മാൻ സെ ജീവൻ ജീ പായെങ്കെ. അങ്ങനെയാണെങ്കിലേ അവർക്ക് റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ജീവിതം ജീവിക്കാൻ സാധിക്കുള്ളൂ, ഒരു അന്തസ്സോടു കൂടിയുള്ള ലൈഫ് അവർക്ക് ലീഡ് ചെയ്യാൻ പറ്റുള്ളൂ. समाज के लोग भी सहयोग करें तो इनकी ज़िंदगी बदल सकती है. സമൂഹത്തിലെ ആൾക്കാരും ഒരുമിച്ച് നിന്ന് അവരെ സഹായിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതം മാറ്റാൻ സാധിക്കും. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ. സ്നേഹപൂർവ്വം മാളവിക.